ചോദ്യപേപ്പർ ചോർച്ചാ വിവാദങ്ങൾ തുടരുന്നതിനിടെ നീറ്റ് പുനഃപരീക്ഷ ആരംഭിക്കുകയാണ്. ഒരു തരത്തിലുമുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതിരിക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾ ഒഴിവാക്കേണ്ട സാധനങ്ങളുടെ കൃത്യമായ പട്ടിക NTA പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ പരീക്ഷ ആരംഭിച്ചിരിക്കുകയാണ്. വൈകിട്ട് 5:15 പരീക്ഷ അവസാനിക്കുക. എന്താ ഡോക്ടർ ആവണമെന്ന് തന്നെയാണ് ആഗ്രഹം? അതെ, ഡോക്ടർ ആവുന്നതാണ് തന്നെ ആഗ്രഹം. വേറെ ഇപ്പോൾ മെഡിക്കൽ നല്ല താല്പര്യമുണ്ട്. ആദ്യ തവണ എഴുതിയിട്ട് നടന്നില്ല. ഇല്ല, ഇത് രണ്ടാമത് എഴുതുന്നു. ഇത് എടുത്ത് തീരുന്നുള്ളൊരു വാശിയിലാണ്. എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? ഞാൻ ഓൺലൈനിലാണ് ചെയ്തത്. ഒരു കൊല്ലം ഓഫ്ലൈനിൽ പോയിരുന്നു, ഇക്കൊല്ലം ഓൺലൈനായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കുന്നു. എന്നാലും ഈ സ്റ്റഡി അവേഴ്സ് ഒക്കെ എങ്ങനെയാണ്? സ്റ്റഡി അവേഴ്സ് അങ്ങനെ പറയാൻ പറ്റില്ല. ദിവസം ഒരു 5-6 മണിക്കൂർ എന്താ പഠിക്കും. പിന്നെ ഒരു ടോപ്പിക്ക് കവർ ചെയ്യുന്ന മാതിരി. ഓരോ ദിവസം പിന്നെ തീരെ മൂഡ് ഉണ്ടാവില്ലല്ലോ. അങ്ങനത്തെ ദിവസമൊക്കെ പഠിക്കും, പക്ഷെ അധികം പഠിക്കില്ല. ഒരു ബ്രെയിൻ ഗെയിം പോലാണ്. ഓരോ ദിവസം മടുത്തു പോവില്ല. അങ്ങനെയൊക്കെ കുറച്ച് പഠിക്കും. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഫേസിലെ എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? അത് കുറച്ച് നന്നായിട്ടുണ്ടായിരുന്നു. ഈ പരീക്ഷ ക്യാൻസൽ ചെയ്തപ്പോൾ ഒരു വിഷമം. വീണ്ടും എഴുതണം. പ്ലസ് നല്ലൊരു എക്സാം ആയിരുന്നു, അത് പോയി. ഇതിപ്പോൾ വീണ്ടും എങ്ങനെയാണെന്ന് അറിയില്ല. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്, വേറൊന്നുമില്ല. ആദ്യം എഴുതിയപ്പോൾ നല്ലതായിരുന്നു, അതുകൊണ്ടാണ് ഒരു ടെൻഷൻ. അതെ, ഇത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എവിടെയെങ്കിലും കിട്ടുമെന്നൊരു ഇത്. ഇപ്പം അത് തോന്നുന്നില്ല. വീണ്ടും നമ്മൾ സ്റ്റാർട്ടിങ് അതെ, ഒരു 2 ആഴ്ച ബ്രേക്ക് വന്നതുകൊണ്ട് ഒരു ഫ്ലോ ഇല്ല, പഠിച്ചൊന്നും ഓർമ്മയില്ല. വന്ന ഫ്ലോ അങ്ങ് പോയി. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറും സാരംഗുമാണ് ചേരുന്നത്. ആദ്യം അനീഷിലേക്ക്. അനീഷ്, പരീക്ഷ ആരംഭിച്ചിരിക്കുന്നു, എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, പരീക്ഷ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം. അതീവ സുരക്ഷാ സന്നാഹങ്ങളാണ് ഈ പരീക്ഷാ കേന്ദ്രത്തിൽ ഏർപ്പെടുത്തിയത്. 11 മണി മുതൽ പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥികൾക്ക് ഈ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതി ഉണ്ടായിരുന്നു. 1:30 വരെയായിരുന്നു ആ സമയപരിധി നിശ്ചയിച്ചത്. 2 മിനിറ്റ് വൈകി ഒരു കുട്ടി എത്തിയെങ്കിലും ആ കുട്ടിയെ പ്രവേശിപ്പിച്ചത് കാഴ്ചയും നമ്മൾ കണ്ടു. മുൻകാലങ്ങളിലൊക്കെ ഒരുപക്ഷെ വളരെ ചെറിയ സമയം പോലും വൈകിയാലും അകത്തേക്ക് പ്രവേശിപ്പിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ആ കുട്ടിക്കും പരീക്ഷ എഴുതാൻ കഴിയുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഒരുപാട് കാര്യങ്ങൾക്ക് കർശനമായ വിലക്ക് ഇത്തവണ ഈ പരീക്ഷാ കേന്ദ്രത്തിൽ ഉണ്ട്. അതിൻ്റെ അറിയിപ്പുകളൊക്കെ പുറത്തു തന്നെ നൽകിയിട്ടുണ്ട്. മൊബൈൽ ഇയർഫോണും ടെക് പെൻ, ബ്ലൂടൂത്ത്, പേപ്പർ ചിറ്റ്സ്, ഈറ്റബിൾസ്, ജ്വല്ലറി, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധന സാമഗ്രികൾക്കും വിലക്കുണ്ട്. ഹാൾ ടിക്കറ്റ്, 2 ഫോട്ടോ, ഒപ്പം ആധാർ കാർഡിൻ്റെ പകർപ്പ്, ഇവ മാത്രമാണ് അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. മറ്റ് ഡ്രസ് കോഡൊക്കെ പണ്ടേ വിദ്യാർത്ഥികൾക്ക് അറിയാം. അവരെ കൃത്യമായി ആ ഒരു ഇതൊക്കെ പാലിച്ചാണ് എത്തിയിരിക്കുന്നത്. അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികളെ പരിശോധനയുടെ പേരിൽ മാറ്റി നിർത്തേണ്ടി വരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. ഇപ്പോൾ മറുവശത്ത് നമുക്ക് കാണാം, റോഡിന്റെ വശത്ത് ഈ കുട്ടികൾ പരീക്ഷ എഴുതാൻ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവരെ കാത്തിരിക്കുന്ന മാതാപിതാക്കളെ നമ്മൾക്ക് ഈ വഴിയരികിൽ തന്നെ കാണാം. ഈ പരീക്ഷ 2 മണിക്ക് തുടങ്ങിയാൽ 3.25 മണിക്കൂറാണ് ഇത്തവണ പരീക്ഷയുടെ ദൈർഘ്യം. മുൻ വർഷങ്ങളെക്കാൾ 15 മിനിറ്റ് ഇത്തവണ അധികം അനുവദിച്ചിട്ടുണ്ട്. എന്തായാലും ആ സമയപരിധിക്കുള്ളിൽ കുട്ടികൾക്ക് ഭംഗിയായി പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്നൊരു പ്രാർത്ഥനയിലാണ് ഇവരിപ്പോൾ ഉള്ളത്. ഈ സമാനമായ രീതിയിൽ തന്നെ ആശങ്കകളൊക്കെ അനുഭവിച്ചാണ് ആദ്യഘട്ടത്തിൽ ഇവർ പരീക്ഷ എഴുതാൻ പോയത്. അതിനുശേഷമാണ് ഈ പരീക്ഷ റദ്ദാക്കപ്പെടുകയും രണ്ടാമത്തെ ഒരു പരീക്ഷയിലേക്ക് നീങ്ങുകയും ചെയ്തത്. നേരത്തെ ഇതേ സമ്മർദ്ദം അനുഭവിച്ചാണ് കുട്ടികളെ പരീക്ഷയ്ക്ക് അയച്ചത്, അല്ലേ? അതാണ് ഇപ്പോൾ ആവർത്തിക്കപ്പെടുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആദ്യ ഘട്ടത്തിൽ കുട്ടികൾക്ക്? നല്ല പരീക്ഷയായിരുന്നോ? എന്താ പറഞ്ഞിരുന്നത്? എന്തായാലും കാത്തിരിക്കുന്ന മാതാപിതാക്കളൊക്കെ നമുക്ക് കാണാം. ആദ്യഘട്ടം എളുപ്പമായിരുന്നോ കുട്ടിക്ക്? രണ്ടാം ഘട്ടത്തിൽ ഇവിടെ ഇതുപോലെ വന്നിരിക്കേണ്ട ഒരു അവസ്ഥ. വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നോ? ടെൻഷനുണ്ട്. പുതിയത് അടുത്ത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ടെൻഷനാണ്. അത് എളുപ്പമായിരുന്നു. എളുപ്പമായിരുന്നു. അത് നല്ല സ്കോർ ഉണ്ടായിരിക്കും പ്രതീക്ഷിച്ചു. അടുത്ത ഘട്ടം എളുപ്പമാവട്ടെ എന്ന് ആഗ്രഹിക്കാം. അതാണ് ഈ ആളുകൾ ആദ്യ ഫേസിൽ അനായാസമായി പരീക്ഷ എഴുതിയവർക്ക് രണ്ടാം ഘട്ടത്തിൽ അത് എങ്ങനെയാവും എന്നൊരു ആശങ്കയുണ്ട്. രണ്ടാം ഘട്ടത്തിലും അത് കുട്ടികൾക്ക് നന്നായി തന്നെ പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്ന ഒരു ആഗ്രഹത്തിലാണ് ഇവരിപ്പോൾ ഈ നടക്കാവ് സ്കൂളിൽ കോഴിക്കോട്. അവിടെ ആ പരീക്ഷ അകത്ത് കുട്ടികൾ എഴുതുമ്പോൾ പുറത്ത് നിൽക്കുന്ന കാഴ്ചകളാണ്. എന്തായാലും 5:15 ഈ പരീക്ഷ അവസാനിക്കും. യെസ്, അതാണ് 5:15 വരെയാണ് പരീക്ഷ.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.